ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون. فلولا ونحن أقرب إليه منكم ولكن لا تبصرون. فلولا إن كنتم غير مدينين ترجونها إن كنتم صادقين. فأما إن كان من المقربين فروح وريحان وجنة نعيم. وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين. وأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم. إن هذا لهو حق اليقين. فسبح باسم ربك العظيم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ സൂറത്തുൽ വാഖിയ വിശദീകരണം ഇന്ന് സമാപിക്കുകയാണ്. ഈ 10 ദിവസങ്ങളിലായി സൂറത്തുൽ വാഖിയ എന്ന പ്രധാന അധ്യായത്തിലെ വചനങ്ങൾ നോക്കിക്കാണുകയായിരുന്നു നാം. മഹാന്മാരായ മുഫസ്സിറുകളുടെ പിൻബലത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ വ്യാഖ്യാനങ്ങളുടെ പിൻബലത്തിൽ ആ വചനങ്ങൾ അത്രയും നാം ചർച്ച ചെയ്തു. സമയക്കുറവ് കൊണ്ട് വിശാലമായ ചർച്ചയ്ക്ക് ഇപ്പോഴും സാധിക്കാതെ പോയ ഒരുപാട് വചനങ്ങളുണ്ട്. ഏതായാലും ഇന്നത്തോടുകൂടി അത് സമാപിക്കേണ്ടതുണ്ടല്ലോ. സൂറത്തുൽ വാഖിയ അതിൻ്റെ ചില വചനങ്ങൾ വിശദീകരിച്ച് വളരെ വിശദമായി അതിലേക്ക് കടന്നു വന്നപ്പോൾ സൂറത്തുൽ വാഖിയ ഒറ്റ നോട്ടത്തിൽ കാണാൻ പലർക്കും ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഏറ്റവും ലാസ്റ്റ് പരിപാടിയിലേക്ക് നീട്ടിവെച്ചതായിരുന്നു ഇന്ന് സൂറത്തുൽ വാഖിയ ഒറ്റ നോട്ടത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഞാനൊന്ന് ചെറിയ രൂപത്തിലൊന്ന് ആദ്യം മുതൽ അവസാനം വരെ ഇൻഷാ അല്ലാഹ്
ഏതെങ്കിലും ഒരു ആയത്തുകളെ കുറിച്ച് അറിയാൻ, അതിൻ്റെ വ്യാഖ്യാനം അറിയാൻ, അതിൻ്റെ തഫ്സീർ അറിയാൻ, ചെറിയ ഒരു വ്യാഖ്യാനം അറിയാൻ താല്പര്യമുള്ളവൻ, അവന് വേണ്ടി സൂറത്തുൽ വാഖിയ ചെറിയ ചെറിയ വിശദീകരണത്തോടുകൂടി, നേരെ അർത്ഥം പറഞ്ഞൂടാ എന്നതുകൊണ്ട് ചെറിയ ചെറിയ വിശദീകരണത്തോടുകൂടി ഇൻഷാ അല്ലാഹ് 10 മിനിറ്റ് കൊണ്ട് സൂറത്തുൽ വാഖിയ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ണോടിക്കാൻ ഇൻഷാ അല്ലാഹ് തീരുമാനമുണ്ട്. അത് ഏറ്റവും അവസാനമായി നിർവഹിക്കാം. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം, ഇന്ന് നമ്മൾ പറയുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അഥവാ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കേസ് ഈ ഭൂമി ലോകത്ത് വെച്ച് തന്നെ നമുക്ക് അനുഭവിക്കാൻ പോകുന്ന പരലോക ജീവിതത്തിന്റെ പ്രാരംഭഘട്ടം, അത് മരണമാണ്. ഭൂമി അവസാനിക്കുന്നതും പരലോകത്തേക്ക് കടക്കുന്നതും അത് രണ്ടിൻ്റെയും ഇടയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റാണ് മരണം. ആ മരണം ഒരു അപ്രതിരോധ്യ യാഥാർത്ഥ്യമാണ്. നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മുസ്ലിം ഉമ്മത്തല്ല എല്ലാ മനുഷ്യരും മനസ്സിലാക്കിയതാണ്. പക്ഷെ ആ മരണാനന്തരമുണ്ടാകുന്ന കഥ എന്ത് എന്നാണ് ഇതുവരെ പറഞ്ഞത്. അത് ഇനിയും ഹ്രസ്വമായി ഒന്ന് അവതരിപ്പിക്കുന്നുണ്ട്. ആ മരണാനന്തര ജീവിതത്തിലേക്ക് തയ്യാറാകുന്നത് മുസ്ലിം സമൂഹം മാത്രമാണ്. അവിടെ വിജയം കിട്ടണമെന്ന് കരുതി, മരണാനന്തര ജീവിതം സന്തോഷകരമാകണമെന്ന് കരുതി അതിനുവേണ്ടി ഒരുങ്ങിത്തയ്യാറാകുന്നവർ, അവർ മുവഹിദീങ്ങളായ ഏകദൈവ വിശ്വാസികളായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ച, മറ്റു പ്രവാചകന്മാരെ അംഗീകരിച്ച മുഅ്മിനീങ്ങൾക്ക് മാത്രമേ അതിന് സാധിക്കൂ. അവർ മാത്രമേ പരലോകാനന്തര ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിലേക്ക്, പരലോകാനന്തരം എന്ന് പറഞ്ഞുകൂടാ, പരലോക ജീവിതമാണ്, മരണാനന്തര ജീവിതത്തിലേക്ക് തയ്യാറാകുന്നത് മുസ്ലിം വിഭാഗം മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു ബോധം നമുക്കുണ്ടായി കിട്ടണം. അതിൻ്റെ മുമ്പ് അള്ളാഹു പറയുന്നത്, മരണം എന്നത് മക്കളെ അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇതുവരെ പറഞ്ഞു വന്ന കാര്യങ്ങളൊന്ന് ഓർക്കുക, എങ്കിലേ അടുത്ത ആയത്തും നേരത്തെ പറഞ്ഞ ആയത്തുകളും തമ്മിലുള്ള ബന്ധം തിരിയൂ. ഇതുവരെ അല്ലാഹു സംസാരിച്ച വിഷയങ്ങൾ എന്താ? തൊട്ടു മുമ്പിൽ നിങ്ങളുടെ സൃഷ്ടിപ്പ് മുതൽ, നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ, നിങ്ങളെ സൃഷ്ടിപ്പ് മുതൽ ഭക്ഷണം, വെള്ളം എന്നിവയെല്ലാം തരുന്നത് അല്ലാഹുവാണ്. ആകയാൽ അവന്റെ നിയന്ത്രണത്തിലാണ് നിങ്ങളെന്നുമാണല്ലോ അള്ളാഹു ഇതുവരെ പറഞ്ഞത്. ആയതുകൊണ്ട് തന്നെ പൂർണ്ണമായും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ. അള്ളാഹു തരാത്തതൊന്ന് നിങ്ങൾ കഴിക്കുന്നില്ല, അള്ള തരാത്തൊന്ന് നിങ്ങൾ കുടിക്കുന്നില്ല, അള്ള തരാത്തൊന്ന് നിങ്ങൾ ശ്വസിക്കുന്നില്ല, എല്ലാം പടച്ച റബ്ബ് തന്നതാണ്. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾക്കൊരിക്കലും സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കാൻ കഴിയില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. മറ്റൊരാളുടെ നിയന്ത്രണത്തിലുള്ളവൻ, അവന് കുടിക്കണമെങ്കിൽ അവൻ കൊടുത്തിട്ട് വേണം, അവന് തിന്നണമെങ്കിൽ അവൻ കൊടുത്തിട്ട് വേണം, അവന് ശ്വസിക്കണമെങ്കിൽ അവൻ കൊടുത്തിട്ട് വേണം. അങ്ങനെയുള്ള ഒരാൾ തൻ്റെ മേലെയുള്ളവനെ ആരാധിക്കുകയും അവനെ അംഗീകരിക്കുകയുമല്ലാതെ യാതൊരു നിർവാഹവുമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നേരത്തെ പറഞ്ഞത്. ഇനി അല്ല എന്ന ഒരു വാദം നിനക്കുണ്ടെങ്കിൽ, നമ്മളോട് അല്ലാഹു പറയാം, അല്ല എന്ന ഒരു വാദം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞങ്ങൾ അങ്ങനെ ഒരുത്തന്റെ നിയന്ത്രണത്തിലൊന്നുമല്ല, ഞങ്ങൾ സർവ്വവിധ സ്വതന്ത്രരാണ്, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങളുടെ ഇച്ഛ പോലെ ജീവിക്കുന്നവരാണ്, ഞങ്ങളാണ് ഞങ്ങൾക്ക് ഹൈറും ഷർറും ഒക്കെ വരുത്തുന്നത് എന്നൊരഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റൊരാളുടെ നിയന്ത്രണത്തിലെന്നൽ അല്ല എന്ന് വാദമുണ്ടെങ്കിൽ, അല്ലാഹു പറയുന്നു, നിങ്ങളുടെ ഉറ്റവരും ഉടയവരും, നിങ്ങളെ ഉറ്റവരും ഉടയവരും, വാപ്പ മരിക്കുമ്പം, ഉമ്മ മരിക്കുമ്പം, മക്കള് മരിക്കുമ്പം, ഭാര്യ മരിക്കുമ്പോൾ നിങ്ങളെങ്ങനെ കണ്ണീരൊഴുക്കും അല്ലേ? അത്രേ നിങ്ങൾക്ക് കഴിയൂ. ഏറിപ്പോയാൽ നിങ്ങൾ ഹോസ്പിറ്റൽ വരെ ഒന്ന് ധൃതി പിടിച്ച് കൊണ്ടുപോകും. അതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ കഴിയോ? കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, വാപ്പയുടെ റൂഹ് തൊണ്ടംകുയിലെത്തുമ്പോ വാപ്പാ പേടിക്കണ്ട, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടണ്ട, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഞാനാണ്, വാപ്പയുടെ കാര്യം എന്റെ കയ്യിലാണ്,
മനുഷ്യരുടെ കാര്യം മനുഷ്യന്റെ കയ്യിലാണ് എന്ന് വാദമുള്ള മോൻ ബാപ്പനോട് പറയട്ടെ, വാപ്പാ വേദനിക്കണ്ട, വിഷമിക്കണ്ട, നിങ്ങളുടെ റൂഹ്, ആ റൂഹ് പിരിയാൻ ഞാൻ അനുവദിക്കില്ല, ഞാനത് തിരിച്ചു നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ആത്മാവിനെ ഒന്ന് തിരിച്ചു കൊടുക്കാൻ തയ്യാറാവണം. നിങ്ങൾ ബഡായി അല്ല പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ അംഗീകരിക്കാൻ തയ്യാറാവണം. ഇതാ അള്ളാഹു പറയുന്നത്. ഒന്നിരിക്കൽ നിങ്ങൾ പറയുന്നത് ബഡായി ആണെന്ന് പറഞ്ഞോളണം. സത്യമാണോ നിങ്ങൾ പറയുന്നത് അള്ളാഹു അല്ല നിങ്ങളെ നിയന്ത്രിക്കുന്നത്, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളെ ഉറ്റവരും ഉടയവരും മരിക്കുമ്പോൾ വേറുള്ളതൊന്നും നിയന്ത്രിക്കണ്ട. നിങ്ങളുടെ ഉറ്റവരും ഉടയവരും വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ കണ്ണീരൊലിപ്പിക്കുന്നത്? അവർ പോകുന്നതിലുള്ള സങ്കടം കൊണ്ടാണല്ലോ. നിങ്ങൾ അവരുടെ വെപ്രാളങ്ങൾ, മരണവെപ്രാളങ്ങൾ മൊത്തം കണ്ടുകൊണ്ടിരിക്കാൻ. സുഹൃത്തെ, കയ്യോങ്കിൽ അവരുടെ ആത്മാവൊന്ന് പിടിച്ചു വെക്കാൻ. ഇത് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ലെന്ന് എന്റെ മുമ്പിൽ മസിൽ പിടിക്കാൻ നിനക്ക് കഴിയോ എന്ന് ആ പടച്ചറബ് ചോദിക്കുന്നത്. കഴിയില്ല, കഴിയില്ല, കഴിയില്ല. ആ ഭാഗങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. മരണം കൺമുമ്പിലെത്തുമ്പോൾ നിങ്ങൾക്കാർക്കും റബ്ബിനെ പ്രതിരോധിക്കാൻ സാധ്യമല്ല. അത് ശരിക്കും നോക്കിക്കോളും. ആദ്യം അതിന്റെ അർത്ഥം ഒന്ന് പറയാം, എന്നിട്ട് ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിലേക്ക് കടക്കും. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ഈ ഖുർആനിനെ നിങ്ങൾ കളവാക്കി തള്ളിക്കളയുകയാണെങ്കിൽ, ഞാനാണ് ഭക്ഷണം തരുന്നതെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ, ഞാനാണ് വെള്ളം തരുന്നതെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ, ഞാനാണ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകുന്നതെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, എന്തുകൊണ്ട് റൂഹ് തൊണ്ടൻകുഴിയിലെത്തുമ്പോൾ, റൂഹ് തൊണ്ടൻകുഴിയിലെത്തിക്കഴിഞ്ഞാൽ, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? റൂഹ് തൊണ്ടൻകുഴിയിലെത്തുമ്പോ എന്തു ചെയ്യുന്നില്ല എന്ന് ശേഷം പറയുന്നുണ്ട്. നിങ്ങൾ എന്തേ റൂഹ് തൊണ്ടൻകുഴിയിലെത്തുമ്പോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ ആരോടായി അഭിസംബോധനം? ഒരാൾ മരിക്കുമ്പം ആ മരണാസന്നനായ വ്യക്തിയുടെ അരികൾ ഒരുമിച്ചുകൂടിയ, അവന്റെ ചാരത്തൊത്തുകൂടിയ മുഴുവൻ ആളുകളെയുമാണ് അള്ളാഹ് വിളിക്കുന്നത്. വാപ്പ മരിക്കുമ്പം മക്കളെ, ഭർത്താവ് മരിക്കുമ്പം ഭാര്യയെ, ഭാര്യ മരിക്കുമ്പം ഭർത്താവിനെ, എല്ലാവരെയും വിളിക്കുന്നു, കുടുംബക്കാരെ മൊത്തം വിളിക്കുന്നു. വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ നിങ്ങളുടെ വാപ്പയുടെ ആ മരണാസന്നനായ വ്യക്തിയുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നഗ്നനേത്രം കൊണ്ട് നിങ്ങൾ കാണുന്നു. വഅൻതും ഹീനഇദിൻ, നിങ്ങൾ ആ മരണമാസന്നമായ സമയത്ത് തൻദുറൂൻ, ആ വ്യക്തിയെ കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അയ്യുഹൽ ഹാദിറൂന ഹൗല സാഹിബിഹാ, ഈ ആത്മാവ് ആരുടെ കയ്യിലാണോ, ആ ആത്മാവ് ആരുടേതാണോ, ആ ആത്മാവിന്റെ ഉടമയുടെ ചുറ്റും റൂഹ് തൊണ്ടൻകുഴിയിൽ കെട്ടി നിൽക്കുന്ന മയ്യത്തിന്റെ തൊട്ട് ഓരത്ത് ചാരത്ത് ഒരുമിച്ച് കൂടിയവരെ, അവിടെ സന്നിഹിതരായവരെ, തൻദുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇലാ മാ ഹുവ ഫീഹി മിനൽ ഗമറാത്ത്, അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സക്കറാത്തിന്റെ ഹാല്, അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മരണവിപ്രാളങ്ങൾ മുഴുവനും നിങ്ങൾ കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. സംഗതി നിങ്ങൾ കാണുന്നത് വാപ്പ കാല് വലിക്കുന്നതാണ്. വേദന കൊണ്ട് വാപ്പ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്, കൈകാലുകൾ കോച്ചുന്നുണ്ട്, ചുണ്ടുകൾ തിരിച്ചു മറിക്കുന്നുണ്ട്, അതാ പല്ല് കടിക്കുന്നുണ്ട് വേദന കൊണ്ട്. നിങ്ങൾ അതൊക്കെയാ കാണുന്നത്. പക്ഷേ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും, നിങ്ങളെ വാപ്പയിലേക്ക് നിങ്ങളെക്കാൾ തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മളാ. വലാകിൻ ലാ തുബ്സിറൂൻ, പക്ഷേ നമ്മൾ അടുത്തുണ്ടെന്ന കഥ നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ കാണുന്നത് വാപ്പാന്റെ കയ്യും കാലും വളയുന്നത് മാത്രമാണ്. നിങ്ങൾ കാണുന്നത് വാപ്പ പെടയുന്നത് മാത്രമാണ്. നിങ്ങൾ കാണുന്നത് വാപ്പയുടെ ചുണ്ടുകൾ കോടുന്നത് മാത്രമാണ്. എന്നാ നോക്കിക്കോ, ആ പല്ല് കടിക്കുന്നത് മാത്രമല്ല ഞാൻ കാണുന്നത്. നിന്റെ വാപ്പയുടെ ഓരോ ഞരമ്പുകളും എന്തനുഭവിക്കുന്നു എന്നറിയുന്നവനാ ഞാൻ. നിന്റെ വാപ്പയുടെ ഓരോ അവയവങ്ങളും എന്തനുഭവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും, ആ മയ്യത്തിലേക്ക് നിങ്ങളെക്കാൾ അടുത്ത വിവരം ആ മയ്യത്തിനെ കുറിച്ചുള്ളതിരിക്കാൻ. രക്ഷിക്കണമെങ്കിൽ ആ മയ്യത്തിനെ രക്ഷിക്കാൻ കഴിയായിരിക്കാൻ, അപകടപ്പെടുത്തണമെങ്കിൽ അപകടപ്പെടുത്താൻ കഴിയുകയായിരിക്കാൻ അവന്റെ തൊട്ടടുത്തുള്ളത് ഞാനാണ്. വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങൾക്കൊന്നും അവൻ അനുഭവിക്കുന്ന വേദനയുടെ യാഥാർത്ഥ്യം അറിയില്ല. നിങ്ങൾ ഞാൻ അറിയുന്നുണ്ട് എന്ന കഥ നിങ്ങൾ കാണുന്നവരുമല്ല. വലാകിൻ ലാ തുബ്സിറൂൻ, പക്ഷെ നിങ്ങൾ അറിയുന്നില്ല. എത്ര അടുത്തൊരാൾ ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ല.
നിങ്ങൾക്ക് രക്ഷിക്കാൻ മലയോളം ആഗ്രഹമുണ്ട് മനസ്സിൽ. പക്ഷെ ഉണ്ടായിട്ടെന്താ കാട്ടുക? രക്ഷിക്കാൻ കഴിയൂല. രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. മലയോളം ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട്. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ. അല്ലാഹു വീണ്ടും ചോദിക്കും, എന്തുകൊണ്ടല്ല ഈ ലൗലാ ലൗലാ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് അല്ലാഹു വീണ്ടും 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 ഇങ്ങനെ ചോദിക്കുകയാണ്. അത് ഒന്നിന് ശക്തി കൊടുക്കാൻ വീണ്ടും കൊണ്ടുവന്നു ഒരു വചനം. ആദ്യത്തെ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു, ഒന്നും കൂടെ കൊണ്ടുവന്നു, ഒരാവർത്തിയും കൂടെ ആവർത്തിക്കാൻ. എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടുന്നവരല്ലെങ്കിൽ. നിങ്ങൾ മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടുന്നവരല്ല എന്നാണല്ലോ നിങ്ങളുടെ വാദം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? തർജിഊനഹാ, ആ ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ എന്തേ കഴിയാതിരുന്നത്? ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ. നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അല്ലാഹു തആല ശക്തിവാചകങ്ങളും അതുപോലെ തന്നെ കൂടുതൽ ആ വിഷയം ഒന്നും കൂടെ ഊന്നൽ നൽകി പറയാനുമൊക്കെ വേണ്ടി അല്ലാഹു തആല കുറെ വാക്കുകളെ മുന്നോട്ട് വെക്കുകയും കുറെ വാക്കുകളെ പിന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ആയത്തുകൾ വെച്ചത്. അതിൻ്റെ നേരെ ഓർഡർ, ശരിക്കും ആ ആയത്തിൻ്റെ ഓർഡർ വായിക്കുകയാണെങ്കിൽ ഫലൗലാ തർജിഊനഹാ, എന്തേ നിങ്ങൾക്ക് ആ ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ കഴിയാതിരുന്നത്? ഇദാ ബലഗത്തിൽ ഹുൽഖൂം, അത് തൊണ്ടൻകുഴിയിലെത്തിയപ്പോ, അന്നനാളത്തിലെത്തിയപ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല? ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ. ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നവരല്ല, മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടുന്നവരല്ല, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന വാദത്തിൽ നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തേ നിങ്ങൾക്ക് ആ ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ കഴിയാതിരുന്നത്? വാപ്പ അങ്ങോട്ട് മരിക്കന്നെ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വാപ്പ മരിക്കുകയാണെങ്കിൽ വാപ്പ മരിക്കുക എന്നല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ ആയത്തുകളെ മുഴുവനും നിഷേധിക്കുകയാണ്, അങ്ങേറ്റം നിഷേധിക്കുന്നു. ഖുർആനാണ് പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. പ്രവാചകനയച്ചാൽ ആ പ്രവാചകനെ നിങ്ങൾ സാഹിറാക്കി, കദാബാക്കി, കള്ളനാണ്, മാരണക്കാരനാണെന്ന് പറഞ്ഞു. അമാനുഷിക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ നിങ്ങളിലേക്ക് ഇറക്കിത്തന്നാൽ അത് മാരണമാണെന്ന് പറഞ്ഞു, അത് പച്ചക്കള്ളമാണെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് മഴ തന്നാൽ നിങ്ങൾ അതിനെ നിഷേധിക്കുന്നു, നാറ്റാല കൊണ്ട് മഴ കിട്ടിയതെന്ന് പറഞ്ഞു. ഇങ്ങനെ ലോകത്തെ നിയന്ത്രിക്കാൻ ഒരാളില്ലെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ അങ്ങനെ നിയന്ത്രിക്കാൻ ആളില്ല എങ്കിൽ മക്കളെ, ഇതാ വന്നിരിക്കുന്ന സംഭവം, നിങ്ങളുടെ വാപ്പ ഇതാ മരിക്കാൻ കിടക്കുന്നു, നിങ്ങളുടെ കയ്യിലാണ് കാര്യമെങ്കിൽ, നിങ്ങളുടെ മുകളിൽ മറ്റൊരാളില്ല, മനുഷ്യർ തന്നെയാണ് ഇവിടുത്തെ കേമന്മാരെങ്കിൽ, ദാ ആ ആത്മാവ് തൊണ്ടൻകുഴിയിൽ നിന്നങ്ങ് പിരിയുമ്പം വേണമെങ്കിൽ, നിനക്ക് കഴിയുമെങ്കിൽ മോനെ, നീ നിന്റെ വാപ്പയുടെ ബോഡിയിലേക്ക് തന്നെ അതിനെ തിരിച്ചു നൽകുക, ആ ആത്മാവിനെ തിരിച്ചു നൽകുക. ഫമാലകും ലാ തർജിഊന റൂഹ ഇലൽ ബദനി ബഅദ ബുലൂഗിഹിൽ ഹുൽഖൂം. അവിടെ എത്തിയതിന്റെ ശേഷം എന്തേ നിങ്ങൾക്ക് ആ ആത്മാവിനെ ബോഡിയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ കഴിയാത്തത്? ഇല്ലം യകുൻ സമ്മത ഖാബിദുൻ, അവിടെ ഒരു നിയന്ത്രിക്കുന്ന ഒരാളില്ലെങ്കിൽ അപ്പോ റൂഹ് പിടിക്കുന്ന ഒരാളുണ്ട്, കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട് എന്നല്ലേ ബോധ്യപ്പെടുന്നത്? അതുകൊണ്ടല്ലേ നിങ്ങൾക്കിതിന് കഴിയാത്തത് എന്ന് പടച്ചതമ്പുരാൻ ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറുൽ മദാരിക്കിൽ ഈ കാര്യങ്ങൾ അത്രയും വ്യക്തമായി ഈ ആയത്തുകൾ മുഴുവനും അപഗ്രഥിച്ചു സംസാരിച്ചു, എല്ലാം കൃത്യമായിട്ട്. അപ്പം മരണം എന്ന് പറഞ്ഞത് എന്തായാലും നടക്കാനുള്ള ഒരു സംഗതിയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കാർക്കും സാധ്യമല്ല. ആർക്കാ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക? ഒരൊറ്റ കുട്ടിക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. മരണം അത് മുന്നിലങ്ങ് വന്നു കഴിഞ്ഞാൽ അതിന് കീഴ്പ്പെടുകയല്ലാതെ ഒരു മാർഗവുമില്ല. നിങ്ങൾ വാപ്പക്ക് മരണം വരുമ്പോൾ നിങ്ങൾ വാപ്പയുടെ അവസ്ഥ ശരിക്ക് കാണുന്നു എന്ന് പറഞ്ഞു. ആ അവസ്ഥ ഞാൻ പറഞ്ഞു, വാപ്പ കാല് വലിക്കുന്നതും കൂട്ടുന്നതും ഒക്കെയാ കാണുന്നത്. അല്ലാഹു തആല സൂറത്തുൽ ഖിയാമയുടെ 26 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു പറഞ്ഞു, കല്ലാ ഇദാ ബലഗതിത് തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അതാണ് ആ മരണ വിപ്രാളം.
നിങ്ങൾ വാപ്പാന്റെ മരണവിപ്രാളം ശരിക്ക് കാണുന്നു എന്ന് പറഞ്ഞു. ആ മരണവിപ്രാളാണ് സൂറത്തുൽ ഖിയാമയിൽ അള്ളാഹു എടുത്തുദ്ധരിച്ചത്, അള്ളാഹു പരിചയപ്പെടുത്തിയത്. എന്തേ സംഭവിച്ചത്? വേണ്ടട്ടോ, ഇക്കളിയൊന്നും കളിയല്ല, ഈ പോക്കിരിത്തരത്തിനൊന്നും അർത്ഥമില്ല, നിങ്ങൾ ഈ മസ്ജിദ് പിടിക്കുന്നതിന് അർത്ഥമില്ല, ദൈവനിഷേധികളാകുന്നതിൽ അർത്ഥമില്ല, ദുനിയാവിന്റെ പിന്നാലെ കൂടുന്നതിൽ അർത്ഥമില്ല. കേൾക്കുക, ഇതാ നിങ്ങൾക്ക് വരാനുള്ളത് മഹാദുരന്തമാണ്. നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല. ഇതാ ബലഗത്തി തറാഖിയ, ആത്മാവ് തൊണ്ടൻകുയിലെത്തിയാൽ, റൂഹ് തൊണ്ടൻകുയിലെത്തിക്കഴിഞ്ഞാൽ, കല്ലാ ഇതാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്, വഖീല അവിടെ ചോദിക്കപ്പെട്ടു കഴിഞ്ഞാൽ, മൻ റാഖ്, ആരുണ്ട് മന്ത്രിക്കാൻ, ആരുണ്ട് മന്ത്രിക്കാൻ, ആരുണ്ട് മന്ത്രിക്കാൻ. വാപ്പ സക്രാത്തിന്റെ ഹാലിങ്ങനെ ആകുമ്പോ വാപ്പ മക്കളോട് പറയും, മക്കളെ ഒന്ന് മന്ത്രിക്ക്. ഏത് വ്യതിയാന ചിന്താഗതിക്കാരനാണെങ്കിലും ആ സമയത്ത് വല്ല മോചനവുമുണ്ടോ എന്ന് നോക്കുകയാണ്. മൻ റാഖ്, മൻ റാഖ്, ആരുണ്ട് മന്ത്രിക്കാൻ. മക്കളെ, പള്ളിയിൽ മൊല്ലാക്കയുണ്ടാവും, ഉസ്താദ് ഉണ്ടാവും, നിങ്ങളൊന്ന് വിളിച്ച് മന്ത്രിപ്പിക്ക്. നിങ്ങൾക്കറിയാവുന്ന സൂറത്ത് യാസീൻ ഓതിയിട്ടൊന്ന് മന്ത്രിക്ക്. നിങ്ങൾക്കറിയാവുന്ന അധ്യായങ്ങൾ ഓതിയിട്ട് വാപ്പയുടെ ദേഹത്തിലൊന്ന് ഊതു. വല്ലാത്ത വിഷമമാണ് വാപ്പ അനുഭവിക്കുന്നത്. വാപ്പ സക്കറാത്തിന്റെ ഹാലിലാ. വാപ്പ പറയും, എവിടെയാണ് മന്ത്രിക്കുന്നവരെന്ന് ചോദിക്കും. വാപ്പ ഉറപ്പിച്ചു കഴിഞ്ഞു, താൻ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ മുമ്പിൽ വെച്ച് വാപ്പ ഉറപ്പിച്ചു. വാപ്പ ഉറപ്പിച്ചു, അന്നഹുൽ ഫിറാഖ്, ഇതാ ഇത് വിരഹമാണ്, ഇതെന്റെ വേർപാടാണ്, എന്റെ മക്കളെ വിട്ട് പോകുകയാണ്. മക്കളെ വിളിച്ച് പറയുന്നു, മക്കളെ, വാപ്പ ഇതുവരെ നിങ്ങളെ കൂടെ ജീവിച്ചു, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ആക്കി തന്നിട്ടുണ്ട്, ഒരുപാട് ആസ്തികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വേണ്ട കാര്യങ്ങളൊക്കെ വാപ്പ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി മക്കൾ എന്റെ ശേഷം നല്ല പോലെ ജീവിക്കണം. മക്കളെ വിളിച്ച് വസിയ്യത്ത് ചെയ്യുന്നു, ഭാര്യയെ വിളിച്ച് വസിയ്യത്ത് ചെയ്യുന്നു, മോളെ ഞാൻ പോവുകയാണ്. എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, ഭൂമിയല്ലേ, പോകാൻ തയ്യാറായി, സമയമായി, എനിക്ക് പിരിയാൻ സമയമായി, ഞാൻ നിന്നെ പിരിയുകയാണ്. മക്കളെ വിളിച്ച്, ഭാര്യയെ വിളിച്ച്, കൂട്ടുകാരെ വിളിച്ച്, പ്രവർത്തകരെ വിളിച്ച്, ബന്ധപ്പെട്ടവരെ വിളിച്ച് എല്ലാവരോടും യാത്ര ചോദിച്ചു. കാരണം അയാൾ ഉറപ്പിച്ചു കഴിഞ്ഞു, അയാൾ പിരിയുകയാണ്. ഇതെന്റെ വേർപാടാണെന്ന് അയാൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അതാ കാൽത്തണ്ടുകളോട് കൂടിച്ചേർന്നു പോയി. വേദനയുടെ കടുപ്പം കൊണ്ട് കാലുകൾ പരസ്പരം കോച്ചുന്നുണ്ട്. വേദന കൊണ്ട് രണ്ട് കാലുകൾ പരസ്പരം അതാ കൂട്ടിച്ചേർത്ത്, രണ്ട് കാലുകൾ പരസ്പരം കൂട്ടിക്കെട്ടിയിട്ട് അതിലവൻ വേദന സഹിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, വേദന ശമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത്രയും വലിയ വേദനയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ്, ദാ നിന്റെ രക്ഷിതാവിലേക്ക് ആണ് കേട്ടോ തിരിച്ചു പോക്ക്. ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ്, അല്ലാഹുവിലേക്കുള്ള മടക്കമാണ്, അല്ലാഹുവിലേക്ക് തൊളിക്കപ്പെടുകയാണ്. എല്ലാവരെയും, നേരെ നടന്നവരുണ്ട്, അതുപോലെ തന്നെ ചീത്തയായി നടന്നവരുണ്ട്, എല്ലാവരുമുണ്ട്. എല്ലാവരെയും കൂട്ടി റബ്ബിലേക്ക് തൊളിക്കപ്പെടുകയാണ്. ഇവിടെയാ ചിന്തിക്കേണ്ടത്. അല്ലാഹു തആല ഈ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വന്തം ഉറ്റവരുടെയും ഉടയവരുടെയും ആത്മാവിനെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്തവരാ കൂട്ടുകാരെ, നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കണ്ട. നിങ്ങൾ ദൈവമില്ലെന്ന് മുദ്രാവാക്യം വിളിക്കണ്ട, ദൈവമില്ലെന്ന് പേനയുണ്ടണ്ട, അതിനു സംവാദം നടത്താൻ പോവണ്ട. നിങ്ങൾ അല്ലാഹുവിനെ അംഗീകരിച്ചോ? ഇതാണ് അല്ലാഹു പറഞ്ഞത്. അപ്പോൾ മരണം ഒരു യാഥാർത്ഥ്യമാണ്. ഇനി മരണം കഴിഞ്ഞിട്ട് എന്തുണ്ടാകുമെന്ന് പറയാനിരിക്കുന്നു. അതിൻ്റെ മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. മരണമെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രതിരോധിക്കാൻ കഴിയാത്ത അപ്രതിരോധ്യമായ ഒരു യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞു. ആ മരണം വരുമെന്ന് ചിന്തിച്ചാൽ, എപ്പോഴും ആ മരണം വരും 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 എന്നിങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ സ്വമേധയാ നന്നായി പോകും, വെറുതെ നന്നായി പോകും മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ. പക്ഷേ
അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നില്ല എന്നതാണ് കാര്യം. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു മരിക്കണം, അതിൻ്റെ അനന്തരം ജീവിതമുണ്ട്, ഇതൊക്കെ ചിന്തിച്ച് വല്ലാതെ വിഷമിച്ചവരായിരുന്നു. നമുക്കങ്ങനെ മരിക്കണം, മരണാനന്തരം ജീവിതമുണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് സമയമേ ഇല്ല. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ ഒരല്പം പോലും സമയം നമ്മൾ നീക്കിവെക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദാത്ത്, നിങ്ങൾ എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണം, ആ മരണത്തെ നിങ്ങൾ ഓർക്കൽ പെരുപ്പിക്കണം. എപ്പോഴും നിങ്ങൾ മരണസ്മരണ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. മരണത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ, മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ വെറുതെ നന്നാകും. അതാണ് ഇപ്പൊ നമുക്കുള്ള കുഴപ്പം, മരിക്കണം എന്നുള്ള ബോധം. ആരോ ഒരാൾ പറഞ്ഞു, ഉസ്താദെ സിറാത്ത് പാലം കടക്കണം, മരിക്കണം, നാളെ അങ്ങോട്ട് പോകണം. ആ ബോധം ഒന്നും ഉണ്ടായാൽ പിന്നെ മനുഷ്യൻ കേടുവരൂലല്ലോ. സത്യം അതാണ്. ഏതോ ഒരാളെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മരിക്കണം എന്ന ബോധമില്ലാത്തത് കൊണ്ടാണല്ലോ അത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും സംഭവിക്കൂലല്ലോ. സംഗതി മനുഷ്യൻ ഇത് മറന്നുപോവാൻ. എനിക്ക് മരിക്കണം, സിറാത്ത് പാലം കടക്കണം, അവിടെ എന്നെ രക്ഷിക്കാൻ എനിക്ക് അമലുകൾ വേണം. ഈ കാര്യത്തിലൊക്കെ മനുഷ്യൻ പിന്നിലാണ്. ഈ കാര്യത്തിൽ മനുഷ്യൻ വളരെ പിന്നിലാണ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കുക. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, മരണത്തെപ്പോലെ ഉള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ കണ്ടിട്ടില്ല. മരണത്തെപ്പോലെ ഉള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ കണ്ടിട്ടില്ല. മരണത്തെപ്പോലെ സംശയമുള്ള ഒരു യാഥാർത്ഥ്യവും അതുപോലെ തന്നെ ഉറപ്പായ ഒരു സംശയവും മരണത്തെപ്പോലെ മറ്റേതും ഞാൻ കണ്ടിട്ടില്ല. മരണം അത് ഉറപ്പാണ്, എന്നാ സംശയമാണ്. സംശയമുള്ള ഉറപ്പാണ് മരണമെന്ന് പറയുന്നത്. അതേ രൂപത്തിൽ തന്നെ സംശയമുള്ള ഉറപ്പാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ സംഗതി തീരെ സംശയമില്ലാത്ത ഉറപ്പുമാണ്. ഇത് രണ്ടും കൂടെ പറയുമ്പോൾ പെട്ടെന്നൊരു ചെറിയ കൺഫ്യൂഷൻ തോന്നിയേക്കാം. കൺഫ്യൂഷനൊന്നുമില്ല. കാരണം എന്തുകൊണ്ടും മരിക്കോ എന്നുള്ള കാര്യം ഉറപ്പാണ്, സംശയമല്ല. മരിക്കോ, ഓക്കെ, അത് ഉറപ്പാ മരിക്കും, അതിലാർക്കും സംശയമല്ല. എന്നാൽ എവിടെ വെച്ച് മരിക്കും അത് തീർത്തും സംശയമാണ്. മരിക്കുമെന്ന് വെച്ചാൽ കണ്ടീഷൻ, പക്ഷെ എവിടെ വെച്ചാ എപ്പോഴാ ആ കാര്യം സംശയമാണ്. അതാർക്കും ഉറപ്പ് പറയാൻ പറ്റാത്ത, ഒരു ഉറപ്പ് കിട്ടാത്ത സംഗതിയാണ്. എപ്പോഴും ആകാം. ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് ഞാൻ മരിച്ചേക്കാം. മരിക്കുമെന്ന് വെച്ചാൽ അത് ഉറപ്പിച്ച് പറയാൻ ഞാൻ മരിക്കും. എവിടെ വെച്ച് മരിക്കും, എങ്ങനെ മരിക്കും, എപ്പോൾ മരിക്കും, അതൊക്കെ സംശയമാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ, നമ്മളാണ് നിങ്ങൾക്കിടയിൽ മരണം കണക്കാക്കിയത്, നമ്മളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, അല്ലാഹുവാ പറയുന്നു. അപ്പൊ അവൻ കണക്കാക്കിയതുപോലെ തന്നെ അത് വരും. അള്ളാഹുവിനെ മറികടക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. അള്ളാഹുവേ, എവിടെ വെച്ചായാലും മരിക്കണമെന്ന് ഉറപ്പിക്കുന്നവരാണ് ഞങ്ങൾ. മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാൻ, അത് ഉറപ്പിക്കുന്നവരാൻ. റബ്ബേ, ഈമാനോടുകൂടെ വഫാത്താക്കണം റഹ്മാനേ, ഈമാനോടുകൂടെ മൗത്താക്കണം റഹ്മാനേ. ഈമാൻ രക്ഷപ്പെടാതെ, ഈമാൻ സലാമത്താകാതെ മരിക്കുന്ന ഹതഭാഗ്യരിൽ പെടുത്തല്ല റഹ്മാനെ. ഹതഭാഗ്യരിൽ ഒരിക്കലും നീ പെടുത്തല്ല റഹ്മാനെ. ഇൻഷാ അല്ലാഹ് മരണത്തെക്കുറിച്ച് വിശാലായി പറയാനുണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞാൽ ശേഷമുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ നോട്ടത്തിൽ സൂറത്തുൽ വാഖിയനെ ഒന്ന് നോക്കി കാണുകയും വേണം നമുക്കിന്ന്. എല്ലാറ്റിനും സമയം കിട്ടണമല്ലോ. അപ്പം അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് വിഷയം ചുരുക്കാം. മരണം ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും നൂറുകൂട്ടം തെളിവുകൾ, നൂറുകൂട്ടം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സ്വഹാബത്തിന് കൊടുത്തു. എപ്പോഴും ഉത്ബോധിപ്പിക്കുകയും മരണത്തിന്റെ കാര്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും കണ്ടിട്ടുണ്ടാകും നമ്മുടെ നബാത്തിയ ഖുതുബയിൽ മരണത്തിന്റെ കഥ പറയാത്ത ഒരു ഖുതുബയുണ്ടാവില്ല. എങ്ങനെ പോയാലും അവസാനം അത് എത്തുക മരണത്തിലേക്കാണ്. ഏത് വിഷയം സംസാരിച്ചാലും മരണം. കാരണം മരണം മാത്രമേ, ഈ ചർച്ചക്ക് മാത്രമേ മനുഷ്യനെ നേരെ നിർത്താനാവൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞ ഒരു ദിവസം ഞങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്ന ഒരു ദിവസം ഞങ്ങൾ
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിലിരിക്കുകയാണ്. അവിടുന്ന് നബി തങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ നല്ലൊരു വഅദ് പറഞ്ഞു. വഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗം. ഇമാം തുർമുദി തന്റെ മുസ്നദു ശിഹാബിൽ ഉദ്ധരിക്കുന്നത് കാണാം ഒരു ഹദീസ്. എന്തേ? ഞങ്ങളോട് ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വഅദ് പറഞ്ഞു. വഅദ് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അതാ ഞങ്ങളെ കൊണ്ടുപോകുന്നത് പരലോക ജീവിതത്തിലേക്കാ, മരണവും അനന്തര ജീവിതവും. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളെല്ലാവരും പൊട്ടി കരഞ്ഞുപോയി. എങ്ങനെ കരയാതിരിക്കും? അല്ലാഹുവിന്റെ ഹബീബിന്റെ ശൈലി അതാണ്. യാ മനിൽ മൗതു ഗായതു വയാ മനിൽ ഖബ്റു മൻസിലു വയാ മനിൽ കഫറു സിതുറു വയാ മനിത് തുറാബു വിസാദു വയാ മനിദ്ദൂദു ജിറാനു വയാ മനിൽ മുൻകറു വന്നകീറു സുവാറു യാ അയ്യുഹൽ മുവദ്ദിഉ ഗദൻ നുർസാ കം മിൻ മുസ്തഖ്ബിലിൻ യൗമൻ ലാ യസ്തക്മിലു വകം മിൻ മുൻതളിരിൻ ഗദൻ ലാ യബ്ലുഗു ഫലൗ നവർതും ഇലൽ അജലി വമസീരി ലാ ബഗൗതുമുൽ അമല വഗുറൂറാ സദഖത യാ റസൂലല്ലാഹ് സദഖത യാ റസൂലല്ലാഹ് സദഖത യാ റസൂലല്ലാഹ്. എത്ര വലിയ സത്യമാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. നമുക്ക് ഹബീബിന് പിന്തുണ പ്രഖ്യാപിക്കാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കുക. റസൂലുള്ള സദസ്സിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഓരോരുത്തരെ വിളിക്കാൻ. ശരിക്കും ഓരോരുത്തർക്കും തോന്നും എന്നോടാണ് ആ പറയുന്നത്. യാ മനിൽ മൗതു ഗായതു, അല്ലയോ മരണം എല്ലാറ്റിൻ്റെയും പര്യവസാനം കുറിക്കുന്ന മനുഷ്യ. യാമൻ എടോ അൽ മൗതു ഗായതുഹു, മരണം അവന്റെ എല്ലാറ്റിൻ്റെയും അവസാനമാണ്. മരണം പര്യവസാനം കുറിക്കുന്ന മനുഷ്യ. യാ മനിൽ മൗതു ഗായതു. ഇവിടെ നിനക്ക് ഭയങ്കര അഹങ്കാരാണ്. ഒരു വേള നീ സ്രഷ്ടാവുണ്ടോ എന്ന് പോലും ചോദിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് നീ കളവാക്കുന്നു. തിരുവചനങ്ങളെ നീ ഭജിക്കുന്നു. നീ അള്ളാഹുവിന്റെ കലാമിനെ കൊച്ചാക്കുന്നു. എല്ലാം ശരിയാ. പക്ഷേ നിനക്കൊരു ഘട്ടം വരാനുണ്ട്. അന്ന് ഈ പോക്കിരിത്തരമൊക്കെ അവസാനിക്കും. മരത്തോടുകൂടെ നിന്റെ ഹുങ്ക അവസാനിച്ചു, നിന്റെ അഹങ്കാരം അവസാനിപ്പിച്ചു, നിന്റെ എല്ലാ തോന്നിവാസങ്ങളും
അവസാനിപ്പിക്കുന്നത് 3 വിഭാഗത്തിനെ നോക്കുന്നു. ആ മയ്യത്തും കളവീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ കളവീങ്ങൾ സ്വർണ്ണക്കട്ടികളിൽ മുഖാമുഖം നോക്കി സന്തോഷപൂർവ്വം ഉള്ളു തുറന്ന് സംസാരിച്ച് ചിരിച്ചും ചിരിച്ചുല്ലസിച്ച് കഴിഞ്ഞുകൂടുമ്പോൾ സുഭിക്ഷമായ ഭക്ഷണപാനീയങ്ങളുമായി സ്വർഗീയ പയ്യന്മാരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. വേണ്ട ഭക്ഷണമെടുക്കാം, വേണ്ട മാംസമെടുക്കാം, വേണ്ട പക്ഷിമാംസമെടുക്കാം, വേണ്ട പലവർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കാം, നല്ല സ്വർഗീയ തരുണിമണികളുണ്ട്. ഇവയൊക്കെ കിട്ടുന്ന ഒരവസ്ഥ ശ്ലീലമല്ലാതെ അശ്ലീലം കേൾക്കാൻ പോലും കഴിയാത്ത ആരോഗ്യം, സുന്ദരരോഗം. അതാണല്ലോ മുഖറബീങ്ങളുടെ അവസ്ഥ. ആ മുഖറബീങ്ങളുടെ കൂട്ടത്തിലാണിവരുള്ളതെങ്കിൽ അവരാണ് സന്തോഷം, അവരാണ് സ്വർഗീയ ഭക്ഷണം, അവരാണ് സ്വർഗീയ പരിമളം, അവരാണ് സുഖലോക സ്വർഗം. വാപ്പാന്റെ ഊഹൊന്നും നിനക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. വാപ്പ മുഖറബീങ്ങളുടെ കൂട്ടത്തിലാണെങ്കിൽ മരിച്ചുപോയ വാപ്പാക്ക് സന്തോഷമാണ്. മരിച്ചുപോയ വാപ്പക്ക് റൈഹാൻ റൂഹ് എന്ന് പറഞ്ഞാൽ സന്തോഷം. ഇനി വിശ്രമിക്കാം. റൂഹ് എന്ന് പറഞ്ഞാൽ മഹാന്മാരതിനർത്ഥം കൊടുത്തത് ഇനി വിശ്രമമാണ്, ഇനി സന്തോഷമാണ് എന്നർത്ഥം കൊടുത്തിട്ടുണ്ട്. സന്തോഷമാണെന്ന് പറയാനില്ലല്ലോ മുഖറബീങ്ങളെ സംബന്ധിച്ചിടത്തോളം. വിശ്രമമാണെന്നും ശരിയാണ്. ഒരിക്കലും ഇനി ഓടണ്ട, ചാടണ്ട, തളരണ്ട. ഭക്ഷണം കഴിക്കാൻ ഓടാതെ ചാടാതെ പടരാതെ വിയർക്കാതെ ഇരുന്നത് നാം പറ്റുന്ന സുഖസങ്കേതത്തിലേക്കാണ് അവൻ പോയത്. എന്തിനു വിഷമിക്കണം? അവൻ ഇസ്തിറാഹത്താണ്, അവന് റഷ്ടാൻ, ഫൗദൻ, റൈഹാൻ. റൈഹാൻ എന്ന് പറഞ്ഞാൽ സ്വർഗീയ ഭക്ഷണം, രിസ്ഖുൽ ജന്ന. അങ്ങനെ കൊടുത്തവരുണ്ട്. അതുപോലെ തന്നെ റായിഹത്തുൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം. റൈഹാൻ സ്വർഗത്തിന്റെ പരിമളം, ആ സ്വർഗീയ പരിമളമാണ് അവൻ ആസ്വദിക്കുന്നത്. മരിക്കുമ്പോൾ തന്നെ ആസ്വദിക്കും. നാളെ പരലോകത്തെത്തിയിട്ട് എന്തായാലും അതുണ്ട്. ഫറൂഹും റൈഹാൻ വജന്നത്തു സുഖലോക സ്വർഗവുമാണ്. സുഖലോക സ്വർഗത്തിന്റെ മറ്റു ഭാഗങ്ങൾ മുഴുവനും അവന് ലഭിക്കുകയാണ്. എല്ലാവിധ ആഡംബരത്തിനും സന്തോഷത്തിനും ആനന്ദത്തിനും കഴിക്കുന്നത് മുഴുവൻ. ഇതാണ് മുഖറബീങ്ങളുടെ ലിസ്റ്റിലാണെങ്കിലുള്ളത്. ഇനി പരലോകമെന്ന് കേൾക്കുമ്പോൾ എന്ത് പരലോകം, എന്ത് മഹ്ശർ, എന്ത് പുനരുദ്ധാനം, എന്ത് ഹിസാബ്, എന്ത് സ്വർഗം, എന്ത് നരകം എന്നൊക്കെ ചോദിക്കുന്ന വിഭാഗത്തിലായിരുന്നോ, കളവാക്കുന്ന വിഭാഗത്തിലായിരുന്നോ പരലോകത്ത്? എന്നിട്ട് പരലോകത്തെ കളവാക്കി വാങ്ങി കേൾക്കുമ്പോഴും ക്ലാസ് കേൾക്കുമ്പോഴുമൊക്കെ അതിനെ കളവാക്കി തെറ്റ് ചെയ്ത് പറിച്ചു വരുന്നവരാണോ? റൗഡികളുടെ കൂട്ടത്തിലായിരുന്നോ നിന്റെ വാപ്പ ഉണ്ടായിരുന്നത്? തെമ്മാടികളുടെ കൂട്ടത്തിലായിരുന്നോ നിന്റെ വാപ്പ ഉണ്ടായിരുന്നത്? എങ്കിൽ അവന്റെ കഥ പറയാനില്ല. അതിനു മുമ്പ് അഥവാ മറ്റൊരു വിഭാഗം മുഖറബീങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പരാമർശിച്ചത് അസ്ഹാബുൽ യമീനിനെയാണ്. മറ്റൊരു വിഭാഗത്തിലായിരുന്നോ നിന്റെ വാപ്പ? فسلام لك من أصحاب اليمين. فسلام لك مكتب البابة منبرها يمنك سلام من أصحاب اليمين. من أصحاب اليمين على مكتب بغار من مسافة الجن. അവർ സലാം ചൊല്ലുന്ന സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകും. മാത്രമല്ല അവരുടെ സാന്നിധ്യം നീ മരിക്കുമ്പോഴുണ്ടാകും. നിന്റെ വാപ്പ മരിക്കുന്ന അസ്ഹാബുൽ യമീനാണോ? അസ്ഹാബുൽ യമീനിൽ നിന്നവർക്ക് സലാം വരും. അസ്ഹാബുൽ യമീനിൽ നിന്നവർക്ക് സലാം വരും. ഫസലാമുൻ ലക, ഒരേ നിനക്കാണ് രക്ഷ. കണ്ടതില്ലേ വാപ്പാനെപ്പറ്റി പറഞ്ഞ് പെട്ടെന്നതാ ശൈലി ഇങ്ങ് മാറ്റി. അതാ അഭാവത്തിൽ സംസാരിക്കുന്ന ശൈലി മാറ്റി പെട്ടെന്ന് ആളിലേക്ക് ഇങ്ങോട്ട് അഭിസംബോധന ചെയ്യുകയാണ്. നിന്റെ വാപ്പ മുഖറബീങ്ങളുടെ, നിന്റെ വാപ്പ അസ്ഹാബുൽ യമീൻ അഥവാ ജസ്റ്റ് അഡ്മിഷൻ ലഭിച്ചവർ സ്വർഗത്തിലേക്ക്. ആ കൂട്ടത്തിൽ ആ ഭാഗ്യവാന്മാരിലാണോ? കഷ്ടിച്ചിറക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ? ഫസലാമുൻ ലക. നേരിട്ട് ഉപ്പയോടും സംസാരിക്കുകയാണ് പറഞ്ഞു. മോനെ നിനക്കാണ് രക്ഷ. മയ്യത്തേ നിനക്കാണ് രക്ഷ. നിനക്കാണ് രക്ഷ. നിനക്കാണ് സലാം വരുന്നത്. നിന്റെ അസ്ഹാബുൽ യമീൻ. നിനക്കാണ് രക്ഷ. അസ്ഹാബുൽ യമീനിന്റെ കൂട്ടത്തിൽപ്പെട്ടവരായ നിനക്ക്, അല്ലെങ്കിൽ അസ്ഹാബുൽ യമീനായ നിന്റെ മറ്റു കൂട്ടുകാരെന്നുള്ള സ്വർഗീയ അവകാശികളിൽ നിന്ന് നിനക്ക് സലാം ലഭിക്കും. അവർ നിനക്ക് സലാം പറഞ്ഞുകൊണ്ടിരിക്കും. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ.
സലാമൻ സലാമ സലാമൻ സലാമ. ആ പറഞ്ഞതുപോലെ അവരിലേക്ക് സലാം അങ്ങനെ വന്നുകൊണ്ടിരിക്കും.